പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തൃശൂർ ചേലക്കരയിൽ ഗോതമ്പ് പൊടിയിൽ പുഴുക്കൾ. തോന്നൂർക്കര പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ നിന്നാണ് ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത്. ഇത് പാകം ചെയ്ത് കഴിച്ച 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. ഞങ്ങൾ ആട്ട വാങ്ങിയത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയത് അതിൽ ഒരെണ്ണം ഞങ്ങൾ കഴിച്ചിരുന്നു. പിന്നെ ഒന്ന് പാകം ചെയ്യാൻ നോക്കുന്ന സമയത്താണ് നമ്മളൊരു പുഴുവിനെ കണ്ടത് അതിൽ. അപ്പോൾ ഞങ്ങളത് മൊത്തത്തിൽ അരിച്ചപ്പോൾ മൊത്തത്തിലുള്ളൊരു പകുതിയോളം അരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരുപാട് പുഴുവിനെ കണ്ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിവരം അറിയിച്ചതാണ്. പിന്നെ ഇന്നലെ കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടിക്ക് ചെറിയൊരു വയറുവേദന കാര്യങ്ങളൊക്കെ ഒരു ഹോസ്പിറ്റലിൽ പോയിരുന്നു. പിന്നെ ഒരു കുട്ടീനെ സ്കൂളിൽ പോയിട്ട് ഉച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ഒരു അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു. തൃശൂർ ചേലക്കരയിലാണ് ഗോതമ്പ് പൊടിയിൽ നിന്നും പുഴുക്കളെ കണ്ടെത്തിയിരിക്കുന്നത്. തോന്നൂർക്കര പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ നിന്നാണ് ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത്. ഇത് പാകം ചെയ്ത് കഴിച്ച 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതിന്റെ ദൃശ്യങ്ങളാണ് നിലവിൽ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേലക്കരയിലാണ് ഗോതമ്പ് പൊടിയിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത്. തോന്നൂർക്കര പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ നിന്നാണ് പുഴുവിനെ കണ്ടെത്തിയത്. ഇത് വീട്ടുകാർ പാകം ചെയ്ത് കഴിക്കുകയും കഴിച്ചതിന് ശേഷം 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ ചേലക്കരയിലാണ് സംഭവം. ചേലക്കരയിൽ ഗോതമ്പ് പൊടിയിൽ പുഴുക്കളെ കണ്ടെത്തി. അതും ജീവനുള്ള പുഴുക്കളെയാണ് കണ്ടെത്തിയത്. തോന്നൂർക്കര പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ നിന്നാണ് ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത്. ഇത് പാകം ചെയ്ത് കഴിച്ച 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ചേലക്കരയിൽ ഗോതമ്പ് പൊടിയിൽ പുഴുക്കൾ, അതും ജീവനുള്ള പുഴുക്കളെയാണ് കണ്ടെത്തിയത്. ഇത് പാകം ചെയ്ത് കഴിച്ച 2 വിദ്യാർത്ഥികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു എന്നുള്ള ദാരുണമായ വാർത്തയും കൂടെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിലവിൽ വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി എന്തായി? വിശദാംശങ്ങൾ. അജിന, ആരോഗ്യസ്ഥിതിയിൽ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ചേലക്കര തോന്നൂർക്കരയിലുള്ള പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ ആട്ട പാക്കറ്റിൽ നിന്നാണ് ജീവനുള്ള നിരവധി പുഴുക്കളെ കണ്ടെത്തിയതായി പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് 2 പാക്കറ്റ് ഈ ആട്ട വാങ്ങിയത്. ഇതിൽ ഒരു പാക്കറ്റ് ആട്ട ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. ഈ കഴിച്ചതിന് ശേഷമാണ് ഇന്നലെയാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടതായി പറയുന്നത്. ആട്ട ഉപയോഗിച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച 2 വിദ്യാർത്ഥികൾക്കാണ് വയറുവേദനയും വയറിളക്കും ഒക്കെ ഉള്ളതായി ഗൃഹനാഥൻ പറയുന്നത്. കുട്ടിയെ സ്കൂളിൽ പോയി അസ്വസ്ഥത മൂലം തിരികെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. തോന്നൂർക്കരയിലുള്ള റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ആട്ടയിൽ ആണ് ഇത്തരത്തിൽ പുഴുക്കളെ കണ്ടെത്തിയത്. ആദ്യ പാക്കറ്റ് പാകം ചെയ്തപ്പോൾ പുഴു ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. പിന്നീട് ഇന്ന് രണ്ടാമത് ഉണ്ടായിരുന്ന പാക്കറ്റ് പൊട്ടിച്ചു നോക്കിയപ്പോഴാണ് ആദ്യം ഒരു പുഴുവിനെ കണ്ടത്. ജീവനുള്ള പുഴുവിനെയാണ് കണ്ടത്. ഇതോടെ ആ പാക്കറ്റിലെ ആട്ട ബാക്കിയുള്ള ആട്ട അരിക്കുകയായിരുന്നു. അരിപ്പയിൽ അരിച്ചപ്പോഴാണ് ജീവനുള്ള നിരവധി ഈ പുഴുക്കളെ കണ്ടെത്തിയതായി ഗൃഹനാഥൻ പറയുന്നത്. ഇവിടെ നിന്ന് വാങ്ങിയ മറ്റ് വീടുകളിലേക്ക് വാങ്ങിയ ഇത്തരത്തിൽ ഈ സമാന രീതിയിലുള്ള ആട്ട പാക്കറ്റിലും പുഴുവിനെ കണ്ടെത്തിയതായി ഉള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്ക് ഗൗരവപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ കൊടുക്കാനുള്ള സാധ്യത ഉണ്ട്. എന്താണ് ഇത്തരത്തിൽ ഈ ആട്ട പാക്കറ്റിൽ കാലാവധി കഴിഞ്ഞതാണോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും കാരണത്താലാണോ ഇത്തരത്തിൽ പുഴുക്കളെ കണ്ടെത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ആശങ്കയുണ്ട്. ഇനി ഈ ആട്ട വാങ്ങിയ മറ്റ് അതേ റേഷൻ കടയിൽ നിന്നും വാങ്ങിയ മറ്റു വീടുകളിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ഇത് കഴിച്ച് മറ്റ് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും അങ്ങനെ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ, മറ്റ് ദേഹാസ്വാസ്ഥ്യം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നാളെ ഒക്കെ അറിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഇത് വാങ്ങി കഴിച്ച ഒരു വീട്ടിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ വയറിളക്കവും വയറുവേദനയൊക്കെ ഉണ്ടായതായാണ് ഗൃഹനാഥൻ പറയുന്നത്. അർജുന, അനീഷ്, ഇത്തരത്തിൽ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന അരിയായിക്കോട്ടെ ആട്ടയായിക്കോട്ടെ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കേൾക്കുന്ന കാര്യമാണ്. ഇത്തരത്തിൽ വില കുറഞ്ഞ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് കൊണ്ടായിരിക്കാമല്ലേ ഇത്തരത്തിൽ സംഭവങ്ങൾ വരുന്നത്?
ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതൊരു സർക്കാർ സംവിധാനമാണ് ഈ പൊതുവിതരണ കേന്ദ്രം എന്ന് പറഞ്ഞാൽ. അല്ല പാക്കറ്റിന്മേൽ തന്നെ ഒരു കേരള സർക്കാർ ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ ആ പാക്കറ്റിൽ തന്നെ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഫോർട്ടിഫൈഡ് ആട്ട എന്ന് പറഞ്ഞ സപ്ലൈകോയുടെ തന്നെ ഒരു ഉൽപ്പന്നമാണ് ഈ പാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ പാക്കറ്റിലാണ് ഇത്തരത്തിൽ ആട്ടയിലാണ് ഇത്തരത്തിൽ ജീവനുള്ള പുഴുക്കളെ കണ്ടെത്തിയത്. നേരത്തെയും സമാന രീതിയിൽ മറ്റ് ഇത്തരത്തിൽ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിൽ പുഴുക്കളെ ഉൾപ്പെടെ ഒച്ചിനെ ഉൾപ്പെടെ കണ്ടെത്തിയ നിരവധി വാർത്തകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി കുറച്ചു കാലങ്ങളായി ഇത്തരത്തിലുള്ള വാർത്തകൾ അങ്ങനെ വന്നിരുന്നില്ല. അത്തരത്തിലുള്ള പുഴുക്കളെ ഒന്നും കണ്ടെത്തിയതായി റിപ്പോർട്ടൊന്നും കുറച്ചു കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ ചേലക്കരയിലുള്ള ഈ തൊണ്ണൂർക്കര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് ഇത്തരത്തിൽ 2 പാക്കറ്റ് ആട്ട വാങ്ങിയതിലും ജീവനുള്ള പുഴുക്കളെയാണ് കണ്ടെത്തിയത്. അത് എങ്ങനെ വന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാലപ്പഴക്കം ചെന്നതാണോ അതല്ലെങ്കിൽ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കേടായ ആട്ടയാണോ പാക്ക് ചെയ്തത്, പുഴുവിനെ പാക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പുഴുക്കൾ അതിലുണ്ടായിരുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇനി പൊതുവിതരണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണമൊക്കെ നടത്തിയാൽ മാത്രമേ ഇത് എങ്ങനെയാണ് ഇത് വന്നത് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഈ 2 പാക്കറ്റ് തരത്തിൽ ഈ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്നും തൊണ്ണൂർക്കരയിലുള്ള റേഷൻ കടയിൽ നിന്നും വാങ്ങിയ ആട്ട പാക്കറ്റ് ജീവനുള്ള പുഴുക്കളെ കണ്ടു എന്നാണ് ഗൃഹനാഥൻ പറയുന്നത്. ആ ദൃശ്യങ്ങളിലൊക്കെ ആ പുഴുക്കളുടെ ചിത്രങ്ങളും ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കുട്ടികൾക്ക് വലിയ കാര്യപ്പെട്ട അസുഖം ഇല്ല എന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. എന്തായാലും ഇത് കഴിച്ച് വയറുവേദനയും വയറിളക്കം ഒക്കെ ഉണ്ടായി എന്നാണ് ഗൃഹനാഥൻ പറയുന്നത്. അജുന, ഇത്തരത്തിൽ അനീഷ് സൂചിപ്പിച്ചതുപോലെ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച ആട്ടയിൽ നിരവധി കുടുംബങ്ങൾക്ക് ഇത്തരത്തിൽ പുഴുവുള്ള ആട്ടയാണ് ലഭിച്ചതെന്ന് അനീഷ് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അങ്ങനെയാണെങ്കിൽ നിരവധി ആളുകളിലേക്ക് ഇതുപോലുള്ള കഴിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞത് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഭക്ഷ്യവകുപ്പ് മന്ത്രി GR അനിൽ ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ സർക്കാർ ഉൽപ്പന്നങ്ങളിലാണ് ഇത്തരത്തിൽ പുഴു കണ്ടെത്തിയത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിലവിൽ അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.